നമസ്കാരം. ഞാൻ ഈ കാണിച്ചേക്കുന്ന ഫോട്ടോ കണ്ടോ? ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന അഫാനെ പോലീസുകാര് അവിടെ ചെന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഫോട്ടോയാണ് ഈ കാണിച്ചേക്കുന്നത്. തട്ടാതെ മുട്ടാതെ വളരെയധികം സംരക്ഷിച്ച് പൊന്നുപോലെയാണ് എടുത്തുകൊണ്ട് പോകുന്നത്. ശരിക്കും അഫാനെ പോലെയുള്ള വ്യക്തികളോട് ഇത്രയും കരുണയും ദയയും ഒക്കെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു രീതിയിലുള്ള മനുഷ്യത്വവും തൊട്ടു തീണ്ടാത്ത വ്യക്തികളോട് എന്തിനാണ് നമ്മൾ മനുഷ്യത്വം കാണിക്കുന്നത്? സ്വന്തം കുടുംബത്തെ ആ ദൃശ്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണണം. ശരിക്കും നമ്മൾ പേടിച്ചു പോകും. ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിക്കും. ഓക്കെ, സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകാം, പക്ഷേ റിയൽ ആയിട്ട് ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊരു നിമിഷം നമ്മൾ ചിന്തിച്ചു പോകും. നമ്മൾ തകർന്നു പോകും. അപ്പൊ ആ രീതിയിൽ മനുഷ്യത്വം തൊട്ടു തീണ്ടാതെ ദയയോ കരുണയോ ഒന്നും കാണിക്കാതെ സ്വന്തം പെറ്റ തള്ളയോടും സ്വന്തം അനിയനോടും പ്രണയിച്ച പെണ്ണിനോടുമൊക്കെ ഒരു രീതിയിലുള്ള ദയയും കാണിക്കാതെ ആ കുടുംബത്തെ ഒന്നും ചിന്തിക്കാതെ കശാപ്പ് ചെയ്തവനാണ് അവൻ. അപ്പൊ അവനോടൊക്കെ എന്തിനാണ് നമ്മൾ ദയ കാണിക്കുന്നത്? പോലീസുകാരെ സംരക്ഷിച്ച് പിടിച്ചേക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടില് നിയമത്തിന്റെ സംരക്ഷണം ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഇവനെ പോലെയുള്ള പ്രതികൾക്കാണ്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലെ പ്രതികൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിയമത്തിന്റെ അടുത്ത് നിന്നും പോലീസുകാരുടെ അടുത്തു നിന്നുമായിരുന്നു ഓടി രക്ഷപ്പെടുന്നത്. കാരണം പോലീസുകാരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നല്ല പോലെ പണി കിട്ടുമെന്ന് അവന്മാർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ പോലീസുകാരെ കാണാതെ ഇവന്മാര് ഓടി രക്ഷപ്പെടുമായിരുന്നു. എന്നാൽ ഇന്ന് നാട്ടുകാരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് ഇവന്മാരൊക്കെ നേരെ ഓടി ചെല്ലുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. പോലീസുകാര് അവിടെ ഇരുത്തി സംരക്ഷിച്ചോളും. വിശക്കുന്നുണ്ടെങ്കിൽ ഫുഡ് വാങ്ങിച്ചു കൊടുക്കും, എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്ത് അവിടെ ഇരുത്തും. നമുക്ക് പോലീസുകാരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അതാണ് നമ്മുടെ നിയമം. അതാണ് ഞാൻ പറഞ്ഞത്, നിയമത്തിന്റെ സംരക്ഷണം ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഇപ്പം പ്രതികൾക്കാണ്. എന്നിട്ട് പോലീസുകാർ എന്ത് ചെയ്യും? ജനങ്ങളുടെ കണ്ണിൽ പെടാതെ ഇവന്മാരെ നേരെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാവിധ ട്രീറ്റ്മെന്റും കൊടുത്തതിന് ശേഷം കോടതിയിൽ കൊണ്ട് ഹാജരാക്കും. കോടതിയിൽ നിന്ന് നേരെ ജയിലിലേക്ക് പൊന്നുപോലെ കൊണ്ട് ജയിലിലേക്ക് ഇടും. എന്നിട്ട് പിന്നെ 3 നേരം ഫുഡൊക്കെ കഴിച്ച് സുഖമായിട്ട് അവിടെ ജീവിക്കാം. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തെങ്കിലും വറീസ് ഉണ്ടോ? ഒന്നുമില്ല. ലക്ഷറിയസ് ആയിട്ട് ഗവൺമെന്റിന്റെ ചെലവിൽ ജോയ്ഫുൾ ആയിട്ട് അവിടെ ജീവിക്കാം. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അഫാന്റെ ഉപ്പ ഇന്ന് നമ്മുടെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. 8 വർഷമായി അദ്ദേഹം നാട്ടിൽ വന്നിട്ട്. ഇത്രയും നാളും ഭാര്യയെയും മക്കളെയും ഒന്നും കാണാതെ ആ മനുഷ്യൻ വെളിനാട്ടിൽ കിടക്കുമായിരുന്നു. ഇവർക്ക് വേണ്ടിയിട്ടാണല്ലോ ആ മനുഷ്യൻ അവിടെ പോയി കഷ്ടപ്പെട്ടത്. 23 വയസ്സ് വരെ അഫാനെ പോലെയുള്ള വ്യക്തികളെ നല്ല രീതിയിൽ ആ ഉപ്പ വളർത്തി. എല്ലാവിധ സൗകര്യവും കൊടുത്ത് എല്ലാ കാര്യങ്ങളും പറയുന്നതെല്ലാം വാങ്ങിച്ചു കൊടുത്ത് വാശിക്കൊക്കെ അനുസരിച്ച് എല്ലാ കാര്യവും വാങ്ങിച്ചു കൊടുത്ത് പൊന്നുപോലെ ഈ മകനെയൊക്കെ വളർത്തി. ഭാര്യയെയും മക്കളെയും ഒന്നും കാണാൻ പറ്റാതെ ആ മനുഷ്യൻ അവിടെ കിടക്കുമായിരുന്നു. അപ്പൊ ഇത്രയും വർഷവും അദ്ദേഹം വെളിനാട്ടിൽ കഴിഞ്ഞുകൂടിയത് എന്ത് പ്രതീക്ഷ വെച്ചിട്ടായിരിക്കും? എത്രയും പെട്ടെന്ന് നാട്ടിൽ വരാം, എങ്ങനെയും ഇവിടുത്തെ സാഹചര്യമൊക്കെ മാറിയിട്ട് നാട്ടിലേക്ക് വരാം, ഭാര്യയുടെ മക്കളുടെ കൂടെ സന്തോഷത്തോടു കൂടി ജീവിക്കാം എന്നുള്ള പ്രതീക്ഷയോടും സ്വപ്നത്തോടുകൂടും ഒക്കെ ആയിരിക്കുമല്ലോ അദ്ദേഹം ഇത്ര നാൾ അവിടെ കഴിഞ്ഞത്. എന്നിട്ട് അവസാനം നാട്ടിൽ വന്നപ്പോഴും ഇനി എങ്ങനെ സന്തോഷത്തോടുകൂടി ജീവിക്കും? ഇനി എന്ത് പ്രതീക്ഷ? മക്കളെ അറിഞ്ഞു വളർത്തണമെന്നൊക്കെ പറയും. ഈ അഫാനെ പോലെയുള്ളവന്മാര് ഇത്രയും നാളും ഭയങ്കര അടിച്ചു പൊളിച്ച് ലക്ഷറീസ് ആയിട്ട് നടന്നു. അവനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം കിട്ടിയില്ലെങ്കിൽ വാശി പിടിക്കുമായിരുന്നു. മുമ്പ് ഇവൻ ഈ പരിപാടി കാണിച്ചിരുന്നു. മുമ്പ് എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ വാശി പിടിക്കും, ആവശ്യമില്ലാത്ത വഴക്കുകൾ ഉണ്ടാക്കും, പ്രശ്നങ്ങൾ ഉണ്ടാക്കും. സ്വയം അവന്റെ ജീവിതം എടുക്കാൻ തന്നെ ഇവൻ ശ്രമിച്ചിട്ടുണ്ട് മുമ്പ് പലതവണയും. അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു. അവനെക്കുറിച്ചാണ് നാട്ടുകാർ പറയുന്നത് ഭയങ്കര ശാന്തശീലനാണ്, നല്ല സ്വഭാവമുള്ള വ്യക്തിയാണ്. എന്ത് സ്വഭാവം? എല്ലാ കാര്യവും കിട്ടി അവനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാശിയായി. അവന്റെ ജീവിതത്തിൽ എല്ലാം അവന് കിട്ടിയിരിക്കണം, എല്ലാ സുഖ സൗകര്യങ്ങളും കിട്ടിയിരിക്കണം. അപ്പൊ സുഖ സൗകര്യങ്ങളൊന്നും തന്നെ ഒരു ദിവസം ഇല്ലാതായപ്പോ പിന്നെ കടം വാങ്ങിക്കാൻ തുടങ്ങി. കടം വാങ്ങിച്ച് വീട്ടുകാർ പൈസ കൊടുക്കത്തില്ല എന്നുള്ള ലെവല് വന്നപ്പോൾ അവൻ വീട്ടുകാരെ വകവരുത്തി. ഇതാണ് സത്യം. മാനസിക രോഗം, വേറെ എന്താണ് സംഭവം? ഇങ്ങനൊന്നും പറഞ്ഞ് അവൻ ചെയ്ത തെറ്റ് നമുക്ക് കുറച്ച് കാണാൻ പറ്റത്തില്ല. അവൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ്. പുറം ലോകം കാണിക്കാൻ പാടില്ലെന്നല്ല, ശരിക്കും അവൻ അവരോട് ചെയ്ത അതേ രീതിയിൽ ഇവനും കിട്ടണം. അങ്ങനെ കിട്ടത്തില്ല. നമ്മുടെ നിയമത്തിൽ അങ്ങനെയൊന്നും പറയുന്നില്ല. ഇത്തരം സാഹചര്യങ്ങളിലൊക്കെയാണ് നമ്മൾ ആഗ്രഹിച്ചു പോകുന്നത് പണ്ട് കാലത്തുണ്ടായിരുന്ന നിയമങ്ങളൊക്കെ ആയിരുന്നെങ്കിലെന്ന്. അല്ലെന്നുണ്ടെങ്കിൽ അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ ഉള്ള നിയമങ്ങളായിരുന്നു ഇവിടെയെങ്കിലെന്ന് ആലോചിച്ചു പോകുന്നത് ഇത്തരം സന്ദർഭങ്ങളിലാണ്. നമ്മുടെ നാട്ടിൽ നിയമങ്ങളില്ല. ശരിക്കും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ, പാവപ്പെട്ടവരെ ഉപദ്രവിക്കാൻ മാത്രമാണ് നിയമം. ഇതുപോലുള്ളവന്മാർക്ക് ശിക്ഷ കൊടുക്കാൻ നിയമമില്ല. എന്ത് ചെയ്യാനാണ്? ഇവരെയൊക്കെ സംരക്ഷിച്ച് സുഖമായിട്ട് അവർക്കൊക്കെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതാണ് നമ്മുടെ നാട്ടിലെ നിയമം. ഇനി ഇവൻ എത്ര നാൾ കഴിയും? ഇങ്ങനെ നടക്കും, ഇവനെ കൊണ്ട് ഇങ്ങനെ നടക്കും, കോടതി തോറും കയറി ഇറങ്ങി നടക്കും. അവസാനം ഒരു 5-6 വർഷമൊക്കെ കഴിയുമ്പോഴായിരിക്കും വിധി വരുന്നത്.
ആ വിധി ചിലപ്പം ജീവപര്യന്തമായിരിക്കും. അങ്ങനെ ആവാതിരിക്കട്ടെ. ഇവൻ അവൻ്റെ കുടുംബത്തോട് ചെയ്ത അതേ രീതിയിലുള്ള കാര്യങ്ങൾ ഇവനും കിട്ടണം, ഇവനും എക്സ്പീരിയൻസ് ചെയ്യണം. സൈക്കോയാണെന്നൊന്നും പറഞ്ഞിട്ട് തള്ളിക്കളഞ്ഞിട്ട് കാര്യമില്ല. മാനസിക രോഗമാണെന്നൊന്നും പറഞ്ഞിട്ട് ഇതിനെ കുറച്ച് കാണിക്കാൻ പാടില്ല. ഇവനൊന്നും ഒരു മാനസിക രോഗവുമല്ല. ഇവനൊക്കെ എല്ലാം കിട്ടുന്നതിൻ്റെ മാനസിക രോഗമാണ്. ഇഷ്ടം പോലെ തിന്നാൻ കിട്ടിയതിൻ്റെ മാനസിക രോഗമാണ്. തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറി കൊഴുത്തിരിക്കുക. അതാണ് ഇവനൊക്കെ കിട്ടിയേക്കുന്ന മാനസിക രോഗം, അല്ലാതെ വേറെ ഒന്നുമല്ല.